نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകുവാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു പുതുവർഷത്തിലാണ് ഈ ജുമാക്ക് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹിജ്റ വർഷം ആരംഭിക്കുകയാണ്, ആരംഭിച്ചു കഴിഞ്ഞു, പുതുവർഷത്തിലേക്ക് കടന്നു. ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹറം ഒന്നാം മാസമായി, ആ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എണ്ണി വരുന്ന മാസത്തിലാണ്, അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെ മാസങ്ങളുടെ എണ്ണം 12 കണക്കാക്കിയിരിക്കുന്നു. ഈ മാസം ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നമുക്ക് എണ്ണം കണക്കാക്കാൻ. നമ്മൾ പറയും ഇന്ന് 14-ാമത്തെ രാവാണ്, ഇന്ന് 2-ാമത്തെ രാവാണ് എന്നൊക്കെ ആകാശത്തേക്ക് നോക്കി പറയാൻ, നമുക്ക് എണ്ണം കണക്കാക്കാൻ കൃത്യത ഉണ്ടാവാനാണ് അള്ളാഹു ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവനും നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്.
ഇവിടുത്തെ എന്തെടുത്താലും അതൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയത്. ഇവിടുത്തെ കോഴിയും താറാവും മുട്ടയിടുന്നതും മാംസവും അതിൻ്റെ ഇറച്ചും, അതായത് പശുവും ആടും പോത്തും, ഇങ്ങനെ എന്തെടുത്താലും, ലോകത്തുള്ള എന്തെടുത്താലും, ഒരു വാഴ കൊലക്കുന്നത് വാഴൻ്റെ കുട്ടിക്ക് തിന്നാനല്ല, നമുക്ക് കഴിക്കാനാണ്. അങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ ഇവിടുത്തെ സ്പീച്ചിങ് സ്റ്റാൻഡും മൈക്കും മുസല്ലയും എസിയും എല്ലാ ഇരുമ്പും എന്തെടുത്താലും ഇതൊക്കെ അള്ളാഹു ദുനിയാവിലുള്ളത് മുഴുവനും നമുക്കാണ്. ആകാശലോകത്തും നമുക്കെണ്ണം കണക്കാക്കാൻ സൂര്യചന്ദ്രാദികളും മറ്റുള്ള നിലാവലകളുമൊക്കെ നമുക്ക് വേണ്ടി, കടലിലേക്ക് പോയാൽ അവിടുത്തെ മുത്തും പവിഴവും മത്സ്യവുമൊക്കെ നമുക്ക് വേണ്ടി, ഇങ്ങനെയെല്ലാം അള്ളാഹു നമുക്ക് സംവിധാനിച്ചിരിക്കുന്നു. ആ റബ്ബ് നമുക്ക് സംവിധാനിച്ച റബ്ബിനെക്കുറിച്ച് ഓർക്കുവാനും ആ റബ്ബിനോട് നന്ദി കാണിക്കാനും ആ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയും ആ റബ്ബിലേക്ക് ചെന്നു ചേരേണ്ടതിൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും അതിനു വേണ്ടുന്ന പ്രയത്നവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കുന്ന ദഅവത്ത് നടത്തുക എന്ന ഉത്തരവാദിത്വം അത് നമ്മുടെയൊക്കെ ജുമാ ഖുത്ബകൾക്ക് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഹിദായത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അങ്ങനെ ജീവിച്ചപ്പോഴാണല്ലോ മക്കയിൽ അവിടുത്തെ വിശ്വാസികൾക്ക് ഏറെ പ്രയാസകരമാകുകയും അവർക്ക് ഹിജ്റ പോകേണ്ടി വരുന്ന രംഗവും, അങ്ങനെ എല്ലാം വിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സന്ദർഭവും ഏറെ ശ്രദ്ധേയമാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സാക്ഷികളായിക്കൊണ്ട് ഇസ്ലാമിലെ കർമ്മരൂപത്തിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനം, നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും എണ്ണിയ കൂട്ടത്തിലാണ് ഷഹാദത്ത് കലിമ എണ്ണിയത്. എന്ന് പറഞ്ഞാൽ അതും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ജീവിച്ച് കാണിക്കേണ്ടുന്ന ഒന്നാണ് ഷഹാദത്ത് കലിമ. അതുകൊണ്ട് തന്നെ ഈ സത്യസാക്ഷ്യം ഉൾക്കൊണ്ട് അത് ജീവിച്ച് കാണിച്ച് അത് പ്രബോധനം ചെയ്യുന്ന ഒരു രീതി അത് അവലംബിച്ചപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏറും കൂക്കും കല്ലേറും, അതേപോലെ ത്വായിഫിലേക്കുള്ള യാത്രയും, അവിടുന്ന് റസൂലുള്ളാഹിക്ക് ഏറുകൊണ്ട് മുട്ടിൻകാലിൽ നിന്നും നെറ്റിയിൽ നിന്നുമൊക്കെ രക്തമൊഴുകിയതും ആ എറിഞ്ഞവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചതും മനസ്സിലാക്കിയവരാണ് നമ്മൾ. ആ മരത്തണലിരുന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി വ ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ ഇഹ്ദി ഖൗമി വ ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഈ എറിയുന്നവർ അറിവില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് ഹിദായത്ത് നൽകണേ അല്ലാ എന്ന് മനം പൊട്ടി പ്രാർത്ഥിച്ച മാനസികാവസ്ഥയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അതെ, അങ്ങനെ ആ റസൂലും സഹാബത്തും നിൽക്കപ്പൊറുതിയില്ലാകുന്ന രംഗം അവിടെയാണല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് ജനങ്ങൾ ഇങ്ങനെ രാത്രി വരാൻ തുടങ്ങും. നാളെ വരണ്ടെന്ന് പറയുന്നവർ പിറ്റേന്നും വരുന്നു. അങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന് അവസാനം ആ ഹിജ്റ സംഭവിക്കുമ്പോൾ, അതേ അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ ഒന്നങ്ങോട്ട് നാട് കടക്കാൻ അവിടെയും വഴിയിൽ വെച്ച് നിങ്ങൾ എങ്ങട്ടാ പോകുന്നതെന്ന് ചോദിച്ചിട്ട്, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, യത്തീമിനെ സംരക്ഷിക്കുന്ന ആളാണ്, വഴി അറിയാതെ ഉഴലുന്നവർക്ക് കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുശ്രിക്കായ മനുഷ്യർ തിരിച്ചു വിളിക്കുന്ന രംഗം വരെ ഉണ്ടാവും. അതെ, ഇങ്ങനെ പലതും ഹിജ്റയുമായി ബന്ധപ്പെട്ട് അബൂസലമയും ഉമ്മുസലമയും, അബൂസലമ ഉമ്മുസലമയും കുട്ടിയുമായി ആ പോകുന്ന സമയത്ത്
വഴി വെച്ച് ഉമ്മു സലമന്റെ കുടുംബക്കാർ അവർ പിടിച്ചുവെക്കുന്ന രംഗം. അങ്ങനെ പിടിച്ചുവെച്ച് ഉമ്മു സലമയെ വിട്ടുതരില്ല, കുട്ടിയെ വിട്ടുതരില്ല. അവസാനം അങ്ങോട്ടുമിങ്ങോട്ടൊക്കെ പിടുത്തവും കുട്ടിയുടെ കൈ കണിപ്പും തെറ്റുകയും അങ്ങനെ ഉമ്മു സലമയും കുട്ടിയെയും അവിടെ നിർത്തി അബൂസലമ മദീനയിലേക്ക് പോയതും അങ്ങനെ അവരും അവിടെ ഉപേക്ഷിക്കപ്പെട്ട് ഉമ്മു സലമ വഴിയിലിരുന്ന് വല്ലാത്ത പ്രയാസം സഹിച്ച്, വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, ക്ഷീണിച്ച് അങ്ങനെ ഒരു വഴിയാത്രക്കാരനോട് കൂടെ മദീനയിലെത്തുന്ന രംഗവും ഇങ്ങനെയൊക്കെ ദീനിനു വേണ്ടി അവർ സഹിച്ച ത്യാഗം, ദഅവത്തിന് വേണ്ടി അവർ ത്യജിച്ച ആ രംഗം. അങ്ങനെ അതാ മുഹാജിറുകൾ എന്ന് പറഞ്ഞ് നമുക്കറിയാലോ, ഹിജ്റ പോയവരാണ്. അൻസാറുകൾ അവരെ സഹായിച്ചവരാണ്. ആ അൻസാറുടെ സ്നേഹവും സഹായവും എല്ലാം പകുത്തു കൊടുക്കുന്ന, തന്റെ വീടിന്റെ നേർപകുതി ഇന്നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന, പൂർണ്ണമായും നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് അതിന്റെ എല്ലാ അവകാശവും അധികാരം നിങ്ങൾക്കാന്ന് പറഞ്ഞ് എല്ലാം കൊടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്കുള്ള അൻസാറുകൾ. അങ്ങനത്തെ ഒരു ഹിജ്റ, ഇതിലുള്ള വല്ലാത്തൊരു പാഠം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതെ, അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ആണ് ഹിജ്റ പോകേണ്ടി വന്നത്. ആ ദഅവത്ത് ഏറ്റെടുത്ത് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന സാക്ഷിയായതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടുത്തെ ക്ഷമയും അവിടുത്തെ പക്വതയും അവിടുത്തെ ഓരോ സഹാബത്തും പ്രാർത്ഥിക്കുന്നതും എല്ലാം ആ റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും, എന്നിട്ട് ഓരോ രംഗം വരുമ്പോഴും ക്ഷമയും, അഥവാ സ്വർഗവും നരകവും ബോധ്യപ്പെട്ട് നരകമോചനത്തിനും സ്വർഗപ്രവേശനം പ്രാർത്ഥിക്കുകയും, എന്നിട്ട് ഒരു യുദ്ധസമയത്ത് പോലും അന്നിന്റെ യുദ്ധം മിസൈലും കാര്യങ്ങളും രാത്രിയും അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ഇന്നിന്റെ യുദ്ധമല്ല, വൈകുന്നേരമായാൽ യുദ്ധമല്ല. അങ്ങനെ രാത്രി അവർ പ്രാർത്ഥിക്കുകയാണ്. അതേ, സ്വർഗം കൺമുമ്പിൽ കണ്ട് ഗസയിലൊക്കെ ഉള്ള ആ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ, അതേ അവരാക്രമിക്കപ്പെട്ടും അല്ലാതെയും പട്ടിണിക്കിട്ടൊക്കെ മരിക്കുമ്പോൾ അവിടെ ഏതാ രക്ഷിതാക്കൾ പറയാണ്, ഷഹീദ്, എന്റെ കുട്ടി ഷഹീദായി, എന്റെ കുട്ടി ഷഹീദായി. അതേ, ഓരോരുത്തരും മരിക്കുമ്പോൾ അപ്പുറത്ത് എന്റെ കുട്ടിക്ക് ഇനി സ്വർഗമുണ്ടല്ലോ, രക്തസാക്ഷിയായല്ലോ എന്നതുപോലെ അതാ സഹാബത്ത് പ്രാർത്ഥിക്കുന്നു. അതേ, അല്ലാഹുവേ, നാളത്തെ യുദ്ധത്തിൽ എന്നെ രക്തസാക്ഷിയാക്കണേ. അത്രക്ക് സ്വർഗം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനം അവരിലുണ്ടായിരുന്നു. അതേ, നരകത്തിലേക്ക് വീണുപോകരുത്, സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിനു വേണ്ടി ദഅവ നടത്തുന്ന, ദീന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, വർത്തമാനം പറയുന്ന, അതേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനം പറയുകയും വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നേക്കാൾ ഉത്തമൻ ആരാണ് എന്ന ഖുർആന്റെ ചോദ്യം. വൽതകും മിൻകും ഉമ്മ, നിങ്ങൾ നിന്നും ഒരു സംഘം, ഒരു കൂട്ടം, ഒരു ഉമ്മത്ത് ഉണ്ടാകട്ടെ. യദ്ഉനൽ ഖൈർ, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലത് കൽപ്പിക്കുന്ന, വയൻഹൗനൽ മുൻകർ, തിന്മ വിരോധിക്കുന്ന സംഘം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അതെ, ആ വിജയികളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഒരു ഉമ്മത്ത്, ആ ഒരു സംഘം, അവരുടെ മാനസികാവസ്ഥ, അതെ ഈ പള്ളിയിൽ വരുന്ന നമ്മൾ എത്ര ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് പരസ്പരം സലാം പറഞ്ഞ്, പരസ്പരം മനസ്സറിഞ്ഞ്, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തു കൊടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബന്ധത്തിന്, രക്തബന്ധത്തെക്കാൾ വലിയ വില ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ
നൂഹ് നബി അലൈഹി വസ്സലാമിന്റെ മകൻ ആ വെള്ളത്തിൽ മുങ്ങുന്നത് വരെ ഉപദേശിച്ചൊക്കെയാണ്. ചില രക്ഷിതാക്കളൊക്കെ ഇപ്പോ പറയാണ് മകൻ നന്നാണില്ല, എത്ര പറഞ്ഞിട്ടും അവർ ശരിയാവുന്നില്ല. എന്നിട്ട് പ്രഷറും ഷുഗറും മറ്റസുഖങ്ങളും വർദ്ധിച്ച് മാതാപിതാക്കൾ മാനസിക ഡോക്ടറെ കണ്ട് കൗൺസിലേഴ്സിനെ കണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാകുന്ന അവരിൽ പലരോടും സംസാരിക്കാൻ കിട്ടുമ്പം ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മളെ ഡ്യൂട്ടി മക്കളെ വിഷയത്തിൽ എത്രയുള്ളൂ? ഉപദേശിക്കുക. 950 കൊല്ലം തന്റെ മകനെ ഉപദേശിക്കുകയും അവസാനം ആ വെള്ളങ്ങനെ പൊങ്ങി വരുമ്പോ അതാ മകനെ വീണ്ടും ഉപദേശിക്കാൻ ഇറക്കമ്മന കേറിക്കോ മോനെ നമ്മളെ കൂടെ എന്ന് ആ കപ്പലിലേക്ക് കയറാൻ പറയുമ്പോൾ, വാപ്പാ ആ മലന്റെ മോൾക്കൊന്നും നിങ്ങളെ വള്ളത്തൂല വാപ്പാ, ഞാൻ അങ്ങോട്ട് കഴിച്ചിലാകും എന്ന് പറഞ്ഞ് അങ്ങനെ ആ മകൻ വെള്ളം കുടിച്ച് ആ മുങ്ങുന്ന രംഗം കാണുമ്പോൾ, ഇന്ന വഹദല്ലാഹി ഹഖ്, അല്ലാഹുവേ നിന്റെ വാഗ്ദാനം സത്യവാഗ്ദാനമല്ലേ? എന്റെ മകൻ എന്റെ കുടുംബക്കാരെ രക്ഷിക്കാന്നുള്ള വാഗ്ദാനമുണ്ടല്ലോ, എന്റെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് കാണില്ല പഠിച്ചവരെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി കൊടുക്കുന്നു, യാ നൂഹ്, നീ അറിവില്ലാത്ത സംസാരിക്കരുത്, അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല. അത്രയുള്ളൂ ബന്ധം. അതെ, നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബന്ധത്തിന് സ്വന്തം രക്തബന്ധത്തെക്കാൾ വലിയ വിലയുണ്ട് മുസ്ലിങ്ങളായ നമ്മൾ തമ്മിൽ. ആ ഒരു സ്നേഹവും ബന്ധവും നമ്മൾ വർദ്ധിപ്പിക്കണം, മനസ്സെടുക്കണം. എന്തും പകുത്തു കൊടുക്കുന്ന യർമൂക്ക് യുദ്ധത്തിലൊക്കെ അവസാനം രക്തസാക്ഷിയാകുന്ന ആ ഒരു വെട്ടേറ്റ് വെയിലിന്റെ വെട്ടേറ്റ് ദാം സഹിച്ച് ഒന്ന് വെറുതൊരു ഉന്തും തിരക്കുണ്ടായാൽ തന്നെ ദാഹിക്കൂലേ, വിയർക്കൂലേ? നോക്കൂ നിങ്ങൾ, അവസാനം ആ രക്തം വാർന്ന് ദാഹിച്ച് തൊണ്ട വരണ്ട് വെള്ളം എന്ന് ചോദിക്കുമ്പോൾ അതാ ഒരു കപ്പിൽ വെള്ളവുമായി ചെല്ലുമ്പോൾ ആ വെള്ളം അടുത്തെത്തുമ്പോഴാണല്ലോ അടുത്ത സാബി അപ്പുറത്തുനിന്ന് വെള്ളം എന്ന് പറയുമ്പോൾ താൻ കുടിക്കാതെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറയുന്ന രംഗവും ആ സന്ദർഭമൊക്കെ അറിയുന്നവരാണല്ലോ നമ്മൾ. അങ്ങനെ ഓരോ ആളത്തേക്ക് ചെല്ലുമ്പോഴും അവസാനം ആദ്യത്താഴത്തേക്ക് ഷഹീദായി ഓരോരുത്തരും വെള്ളം അപ്പുറത്ത് കൊടുക്കാൻ പറയുന്ന ആ ഒരു മാനസികാവസ്ഥയുള്ള ബന്ധം ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദർശ ബന്ധത്തെക്കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ബന്ധത്തെക്കുറിച്ച്, അതിന്റെ ദാവത്തിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. ആ നിലക്ക് ഏറെ ശ്രദ്ധാലുക്കളായി നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹിജ്റയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി പാഠങ്ങളുണ്ട്. അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട മറ്റൊന്ന്, മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മളിടയിലുണ്ട്. അതെ, ചില ആളുകൾ പറയാണ്, എന്താ പറയണത്, മുഹറം 10 കഴിയട്ടെ, എന്തിനും, യാത്രക്ക്, കല്യാണത്തിന്, നിശ്ചയത്തിന്, അങ്ങനെ തുടങ്ങി എന്തിനും ഒരു മുഹറം 10 കഴിയട്ടെ. കാരണം എന്താ, നഹ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കാത്ത പവിത്രമായ 4 മാസമായി എണ്ണിയ, അതേ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങൾ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹാ 4 ഹുറും, അതിൽ 4 പവിത്രമാണെന്ന് പറഞ്ഞ ആ മാസത്തിന് പോലും, അതിലെ ആദ്യത്തെ 10 ദിവസത്തിന് പോലും നഹ്സുണ്ടെന്ന് പഠിപ്പിക്കുന്ന, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് പഠിപ്പിക്കുന്ന ഇത്ര അന്ധവിശ്വാസങ്ങൾ. എങ്ങനെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മനുഷ്യരിലേക്ക് വന്നു? ഒന്ന് ഷിയാക്കളിലൂടെയാണ്. ഷിയാക്കളാണ് കർബലയും മുഹറം 10മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവർ മാറത്തടിക്കലും, ഇങ്ങോട്ട് ഇവിടെ കവിളിൽ കുത്തി അപ്പുറത്തേക്ക് ദ്വാരം തുളക്കലും, നാവുമല് തുളക്കലും, ഇങ്ങനെ പല ജാതി ചാട്ടവും ആട്ടവും പ്രശ്നങ്ങളുമൊക്കെ, അതൊക്കെ അവരിന്ന് നമ്മളിലേക്ക് കടമെടുത്തു വന്ന, അതൊക്കെ ഇസ്ലാമാണെന്ന് വിശ്വസിക്കുന്ന, എന്നിലേറെ നമ്മളെ പല മഹല്ലിലും പല പള്ളിയിലുമൊക്കെ നടക്കുന്ന മാസാന്ത സലാത്തും ദിക്റൽ കയ്യുമൊക്കെ ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. അതെ, കുത്താറാത്തിയും മറ്റും പലതും. ഇതിലേറെ ഒരു മരണ വീട്ടിൽ വരെ ഒരു
വീട് താമസിക്കുന്നിടത്ത് വരെ എന്തൊക്കെ നടക്കുന്നു. അതെ, അയൽപ്പക്കത്ത് പോലും നിൽക്കാൻ പറ്റാതില്ല പല ശബ്ദങ്ങൾ. ഹാ അല്ലാ, ഹീ അല്ലാ, ഹൂ അല്ലാ, ഹാ ഹീ ഹൂ അല്ലാ എന്നൊക്കെ പറയുന്നു. എന്താ ഈ പറഞ്ഞത്? അവര് പറയുന്നത് ലാ ഇലാഹ ഇല്ല ഷോർട്ട് ഫോം ആണല്ലോ. ഹാ അല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്നുള്ള ഹാ ആണ്. ഹൂ അല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലല്ലാഹു എന്നുള്ള ഹൂ ആണ്. അങ്ങനെ ഹാ ഹീ ഹൂ അല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹി. ഇതൊന്നും ആര് പഠിപ്പിച്ചിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അങ്ങനെ ഒരു ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കും. ഒരാൾക്ക് ഏറ്റവും ഇത് പറയാൻ പ്രയാസമുള്ള എവിടെ? ഒരാളെ മരണസമയത്താണല്ലോ. മരണസമയത്ത് നാവ് കുടുങ്ങിപ്പോകുന്ന, അതേ വല്ലാതെ ഇടറുന്ന ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു കൊടുക്കൂലേ? ഒരു ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ ഹാ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കൂലേ? അല്ലെ റസൂൽ പറഞ്ഞെന്താ? ആരെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ലാത്തൊരുപാട് സംഗതി മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതെ ഒരുപാട് ഇതൊക്കെ എവിടുന്ന് വന്നു? ഇങ്ങനത്തെ ഷിയാക്കളിൽ നിന്ന്. അതേപോലെ നമ്മളൊന്ന് പുറകോട്ടെണ്ണിയാൽ നമ്മൾ ആദ്യം ആരായിരുന്നു? നായരും തീയരും ചെറുമക്കളും ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു. അന്ന് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഹാ ഹീ ഹൂം കണ്ടാൽ ഓടിയൊളിക്കണ്ട. അങ്ങനെ ഒരു കാലത്ത്, ആ കാലത്ത് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പം അതിലെ കുറെ ആചാരങ്ങൾ മുസ്ലിങ്ങളിലേക്ക് വന്നു. അവര് മുസ്ലിങ്ങളായപ്പം അതിൽ പലതും, അതിലാണ് പള്ളാണം പോലുള്ളത്, അതിലാണ് പേറ്റിലൂട്ടിൻ്റെയുള്ളത്, അതിലാണ് ചാവടിയന്തരുള്ളത്. നമ്മളതിനൊക്കെ പേര് മാറ്റി കണ്ണൂക്ക് 40, 60, 90 ആണ്ട് എന്ന് പലതുമാക്കി മാറ്റി. ഇസ്ലാമിൽ ഇതൊന്നുമില്ലല്ലോ. ഇസ്ലാമിൽ അമ്മായി വരവില്ല, അടുക്കള കാണാൻ പോലില്ല, വീട് താമസത്തിന് പാല് കാച്ചലില്ല. ഇതൊക്കെ എങ്ങനെ വന്നു? ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമില് അങ്ങനെ രാവിലെ ഉസ്താദ് വരെ ബാങ്ക് കൊടുത്ത് മുക്കരിക്ക് ഉസ്താദും വരെ എന്ത് വീട് താമസിക്കുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ചില ഉസ്താദുമാര് ഇങ്ങനെ പാലാദ്യം കായ്ക്കും. അത് ഹൈന്ദവ സോരങ്ങള് അവരുടെ ചില വിശ്വാസങ്ങളാണ്. 4 മണിക്ക് നീറ്റ് പശുവിനെ കറന്ന് ആ അടുപ്പത്ത് അത് വെച്ച് തളച്ച് അതിങ്ങോട്ട് പുറത്തേക്ക് വീണാൽ ഐശ്വര്യമുണ്ടായി ആ വീടിന് എന്നതൊക്കെ അവരെ വിശ്വാസമാണ്. നമ്മളിലേക്ക് തളച്ച് കളയൊന്നുമില്ലെങ്കിലും ഇങ്ങനെ പാല് കാച്ചണം എന്നറിയാം എല്ലാവർക്കും വീട് താമസിക്കുമ്പോൾ. പലരും ഇങ്ങനെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ. അതെ, ഒരു ഭൂമം മൂളിയാൽ, ഒരു പക്ഷി മൂളിയാൽ അപ്പം തന്നെ ആ വൈകുന്നേരം ആ മൂളക്കം കേൾക്കുമ്പോഴത്തേന് നമ്മൾ ചോദിക്കുകയാണ്, ആരാണ് അസുഖമായി കിടക്കുന്നത്? കാരണം മരിക്കാനായി മൂളിയിട്ടുണ്ട്, നമ്മളേതായാലും ആയില്ല എന്ന ധാരണ. ഇത് ആരാ അസുഖമായി കിടക്കുന്നത്? ചോദ്യം വരികയാണ്. എന്തൊക്കെ ചോദ്യം, എന്തൊക്കെ. ഒറ്റ മൈനെ കണ്ടാൽ കുട്ടികൾ വരെ പറയാണ് ഇന്നിപ്പോ ദുഃഖാണ്. ഒന്നിൽ കൂടുതൽ മൈനെ കണ്ടാലോ സന്തോഷമാണ്. അപ്പൊ തന്നെ ദുഃഖിക്കാൻ തുടങ്ങാണ്, സന്തോഷിക്കാൻ തുടങ്ങും. എന്തൊക്കെ കാക്ക കുറയാൽ, അതെ വിരുന്നുകാർ വരിക, ഇങ്ങനെ പലതും പല്ലികൊക്കി. സത്യാണ് ഇങ്ങനെ പറയല്. ഇതൊക്കെ എവിടുന്നാണ്? ഇസ്ലാമിൽ ഇങ്ങനൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമ്മളിൽ ഇല്ലാത്തത് പറഞ്ഞും ഇല്ലാത്തത് ചെയ്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഇത് വലിയ അപകടമാണ്. അതെ, ഈ മുഹറവുമായി ബന്ധപ്പെട്ടുള്ള ഈ അബദ്ധജടിലമായ അന്ധവിശ്വാസങ്ങൾ പാടെ പിഴുതെറിയാനും യഥാർത്ഥ ദീൻ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. എന്തിനേറെ, ഒരു ചാവി, ഒരു മൊബൈല്, ഒരു പേഴ്സ് മറന്നാൽ വരെ പലർക്കും തിരിച്ചങ്ങട്ട് പോകാൻ മടിന്നിട്ട് ഭാര്യനെ ഉമ്മാനൊക്കെ വിളിച്ചിട്ട് അതൊന്നും എടുക്കുന്നു. കാരണം നിന്നോളി, അവിടെ നിന്നോളി, ഇങ്ങോട്ട് മടങ്ങണ്ട. കാരണം മടങ്ങിയാല് പോണ കാര്യം ശരിയാവൂല എന്ന ചിന്ത എവിടുന്ന് വന്നു? നമ്മളൊക്കെ നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കണം എന്താ? അല്ലാഹുമ്മ മാനില്യമായിട്ട് പഠിച്ചോനെ, നീ നൽകിയതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല, തടഞ്ഞതിനെ തരാനും ഒരാൾക്കും സാധ്യമല്ല. ഈ ചിന്തയുള്ളവന് എന്താ മടങ്ങിയ പ്രശ്നം? കൈനിട്ടം, രാവിലെ തന്നെ കൈനിട്ടം കടാണ്. ഇനിയിപ്പോ ആകെ പ്രശ്നം. ഇന്ന് കണി കണ്ട ആളെ മോശാണ്. കാലിക്കൊട്ട കണ്ടു, കാലിച്ചാക്ക് കണ്ടു, എന്തൊക്കെ. സഹോദരങ്ങളെ, ഈ അന്ധവിശ്വാസങ്ങളെല്ലാം വെടിയാൻ, അതിൽ ചിലത് എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ. അതൊക്കെ ഈമാൻ
ഈമാന്റെ ചോർന്നു പോകുന്ന യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളാത്തതിന്റെ ദുരന്തമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ മുഹറത്തിന്റെ ആ ഒരു പ്രത്യേകതയും പവിത്രയും ഉൾക്കൊള്ളുന്നതോടൊപ്പം ഇത്തരം അബദ്ധജടിലങ്ങളായ ധാരണകളൊക്കെ നമ്മൾ ശരിക്ക് കൃത്യമായി മനസ്സിലാക്കി തിരിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞു തരേണ്ടവരാണ് ഉസ്താദുമാർ. അവര് ഇത് പറഞ്ഞു കൊടുക്കാതെ, അതെ ഈ ഇൽമൊക്കെ ഞങ്ങളെടുത്തുണ്ട്, നിങ്ങൾക്കൊരാവശ്യമുണ്ടോ ഞങ്ങളടുത്തേക്ക് വന്നോളൂ, ഞങ്ങൾ പറഞ്ഞു തരും. അപ്പോ എല്ലാത്തിനും നമ്മൾ ഉസ്താദിലെത്തു. എന്തിനേറെ നല്ല ദിവസം നമുക്കറിയില്ല, ഏതാ നല്ല ദിവസം. അപ്പൊ ആര് വേണം? ഉസ്താദിനെ അറിയുള്ളൂ. അപ്പോ കല്യാണം നിശ്ചയിക്കണം, വീട് താമസിക്കണം, മറ്റ് ആവശ്യമുണ്ട്, എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യും? നേരെ ഉസ്താദിനോട് പറയും. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്യും? ഇപ്പൊ കല്യാണം നിശ്ചയിക്കണം, അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്യും? ഇങ്ങനെ മറിക്കും, ഇത് ഒടുക്കത്തെ ബുധനാഴ്ച, മറ്റേ ചൊവ്വാഴ്ച, അത് പറ്റൂല, ഇങ്ങനെ പലതും. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ ഡേറ്റ്, യഥാർത്ഥത്തിൽ ഈ ഉസ്താദെങ്ങാനും ഒരൊറ്റ വാക്ക്, ഒരൊറ്റ ഹദീസ് പറഞ്ഞാൽ പിന്നെ ഉസ്താദിനെ പിറ്റത്തെ അടവ് വിളിക്കൂല. എന്താ കാരണം? റസൂൽ പറഞ്ഞെന്താ? റസൂൽ പറഞ്ഞൊരൊറ്റ ഹദീസ്, അതായത് സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും നല്ല ദിവസമാണ് എന്നാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാക്കെങ്ങാനും ഈ ഹദീസെങ്ങാനും ഉസ്താദ് പറയുന്നതോടുകൂടി പിന്നെന്തായി? പിന്നെ നിങ്ങൾ വേണ്ട, ഞങ്ങൾ മതി, ഉസ്താദ് വേണ്ട എന്ന് പറയും. കാരണം പിന്നെ ഡേറ്റ് ചെയ്ത് നോക്കാം, സൂര്യൻ ഉദിക്കുന്നുണ്ടോ? അതെല്ലാം നല്ല ദിവസമാണ്, മോശമായ ഒരു ദിവസം ഇല്ല എന്നത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്ന് റസൂൽ പറഞ്ഞു, അതിൽ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചയാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചയാണ്. മോശമായ ഒരു ദിവസമില്ല. ഇത് പറഞ്ഞു തരേണ്ടവർ ഇത് പറഞ്ഞു തരുന്നില്ല. അതെ, അവിടെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട്, അങ്ങനെ ഹിജ്റയുമായി ബന്ധപ്പെട്ട പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരായ പാതയിലേക്ക് ആളുകളെ നയിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒന്നുകൂടി അടുത്തിരുന്ന് കൊടുത്താൽ സഫൊന്ന് റെഡിയാക്കി ഇരുന്നിടത്തുള്ള ആ വരുന്നവർക്ക് നേരെ ഇരിക്കും. ഓക്കെ, അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാകും, അവിശ്വാസിയുടെ സ്വർഗവുമാകും. ഒരു വിശ്വാസിക്ക് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇതെത്ര പ്രസക്തമാണ് ഈ ഹദീസ്. അതായത് നമുക്ക് എല്ലാത്തിലും ഇസ്ലാമാകുന്ന വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ മുന്നോട്ട് പോകാൻ സാധ്യമാകും. അങ്ങനെ ഒരു ജയിൽ പോലെ ഒരു വിശ്വാസിക്ക് അനുഭവം എവിടെ പോയാൽ. ഒരു കല്യാണ സ്ഥലത്ത് നമ്മൾ പോയാൽ അവിടെയുള്ള പാട്ടും കൂത്തും ഇസ്ലാം പഠിപ്പിക്കാത്ത ആണും പെണ്ണും ഇടകലരലും പല ജാതി പ്രശ്നങ്ങളും കാണുമ്പോൾ ഒരു ഈമാനുള്ളവന് ഒരു ജയിൽ പോലെ അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകുക. ഒരു സ്കൂളിലും ഒരു ക്യാമ്പസിലുമൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരു ജയിൽ പോലെ അനുഭവപ്പെടുന്ന രംഗം. അതെ, എന്തിനേറെ ഇന്ന് സ്കൂളുകൾക്കൊക്കെ ഓരോ നിർദ്ദേശം കൊടുത്ത് കുട്ടികളും അധ്യാപകരുമൊക്കെ ഒരുമിച്ച് അവര് ഡാൻസ് പോലത്തെ പലതും കളിക്കണം പോലും, പലതും അവിടൊക്കെ വിട്ടുനിൽക്കുക എന്നത് അതെ ഒരു ജയിൽ പോലെ തോന്നാൻ. അവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതൊന്നും ഇസ്ലാമികമല്ല, ഇതൊന്നും ദീനിയല്ല. നമ്മൾ പഠിക്കാനാണ്, നമ്മൾ വിദ്യാഭ്യസിക്കാനാണ്. ഇസ്ലാം അതിനെ ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. എന്നാൽ ഇസ്ലാമിൽ ഇങ്ങനത്തെ
ഇസ്ലാം പഠിപ്പിക്കാത്ത, അല്ല നമുക്ക് അനുവദിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇന്ന് നീങ്ങുമ്പോൾ ഒരു ജയിൽ പോലെ ഒരു വിശ്വാസിക്ക് ദുനിയാവ് ഏത് രംഗത്തേക്ക് ചിന്തിച്ചാലും അനുഭവപ്പെടുന്ന രീതി. അതെ, അവസാന കാലം വരുമ്പം മുള്ളിന്മേൽ നിൽക്കുന്നത് പോലെ ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ അത്രക്ക് പ്രയാസകരമായിരിക്കും ഒരു വിശ്വാസിക്ക്. ഒരുപാട് ബലങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബഹിഷ്കരണങ്ങൾ, ഒരുപാട് തിരിഞ്ഞുപോക്ക് ഒരു വിശ്വാസിക്ക് വേണ്ടിവരും എന്നത് വസ്തുതയാണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തുസൂക്ഷിച്ച് അം ഹസിബതും അൻ തദ്ഖുലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്, എളുപ്പം അങ്ങോട്ട് കടന്നു കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും, നിങ്ങൾ ആരാണ് ത്യാഗം ചെയ്യുന്നവൻ, ഈ രംഗത്തൊക്കെ ധർമ്മസമരം ചെയ്യുന്നവൻ എന്ന് പരീക്ഷറിയാതെ, ക്ഷമാലു ആരാണെന്ന് തിരിച്ചറിയാതെ സ്വർഗമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം രംഗത്തൊക്കെ നമ്മൾക്ക് പിടിച്ചിക്കാൻ കഴിയണം. ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള മ്യൂസിക്കും അങ്ങനത്തെ പരിപാടികളുമൊക്കെ അത് ലഹരിയോടാണ് ഉദാഹിച്ചത്. കള്ളും മ്യൂസിക്കും ഒരേപോലെ ഒറ്റ ഹദീസിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന, ഒരു മദ്യം കഴിക്കുന്ന ആളെന്ത് ചെയ്യും? അയാളിങ്ങനെ ആടാൻ തുടങ്ങും, അയാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രശ്നമാവും, തുണി പോകും, അങ്ങനെ പല രൂപത്തിലാവും. ഇതേപോലെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള മ്യൂസിക് കേട്ടാലും ഇങ്ങനെ താളം പിടിക്കാൻ തുടങ്ങും, പിന്നിങ്ങനെ ചാടാൻ തുടങ്ങും, പിന്നെ ആണും പെണ്ണും ഒക്കെ ചാടാൻ തുടങ്ങും, പിന്നെ തുണിയൊക്കെ പോകും. രണ്ടും ലഹരിയാണ്. അതുകൊണ്ട് അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കി അവിടെ ചേർത്ത് നിൽക്കാൻ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ബോധവാന്മാരാകാൻ, അവിടെ ഓരോ രംഗത്തും നമ്മൾ പറയേണ്ടത് തുറന്നു പറയാൻ, അങ്ങനെ ഇസ്ലാമികമായി അത് ഉൾക്കൊണ്ട് എല്ലാ രംഗത്തും പറഞ്ഞ് പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് ദാവത്ത് കൊടുത്ത് അവിടെയൊക്കെ യഥാർത്ഥ ഇസ്സത്ത്, ഇസ്ലാമിന് ഇസ്സത്ത് കാസൂക്ഷിച്ച് ജീവിക്കുന്ന സാക്ഷികളായി അത് പ്രഖ്യാപിക്കാൻ കൂടി വിശ്വാസികളായ എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്താനും മറ്റവർക്ക് പകർന്നു കൊടുക്കാനും, അങ്ങനെ പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തെത്താനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും, നരകശിക്ഷയിൽ നിന്നും, ഖബറിൽ അദാബിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എളിമയും താഴ്മയും വിനയവും ഭക്തിയും നമുക്കെല്ലാവർക്കും റബ്ബ് ധാരാളമായി വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. നമ്മളെ മനസ്സിലുള്ള കുടുസായ ചിന്തകളും പോരും കേടും കിബറും അഹങ്കാരവും കാപട്യവും എല്ലാം വെള്ള വസ്ത്രം അഴുക്കിൽ ശുദ്ധീകരിക്കും പ്രകാരം നമ്മുടെ മനസ്സുകളിൽ നിന്ന് അള്ളാഹു കഴുകി ശുദ്ധമാക്കി തരുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ച് വിശ്വാസികൾ തമ്മിലുള്ള പരസ്പരം സ്നേഹവും ബന്ധവും ഊട്ടിയുറപ്പിച്ച് അങ്ങനെ മാതൃകാപരമായി ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കരുത്ത് പകരുമാറാകട്ടെ. ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ഐശ്വര്യവും ഇസ്സത്തും നല്ല പ്രതാപമുള്ള നേതൃത്വം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിർഭയത്വത്തോടുകൂടി രാജ്യത്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിലെ നാനാഭാഗത്ത് നടക്കുന്ന യുദ്ധങ്ങളും പ്രയാസങ്ങളും നമുക്ക് അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകി നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലും മറ്റുമൊക്കെ പ്രയാസം സഹിക്കുന്നവർക്ക് അള്ളാഹു നിർഭയത്വം നൽകി ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരീ സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രായേലിലെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ അന്ധവിശ്വാസത്തിനുമെതിരെ ചെറുത്തു നിന്നുകൊണ്ട് ദീന്റെ എല്ലാം ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടി മരിക്കാൻ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകണമേ. ഈ ലോകത്തിന് വിട പറയുമ്പോൾ ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة